وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ രണ്ട് പരിഗണനയാണ് നൽകുക. ഒന്ന്, അവൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട മനസ്സിൻ്റെ താല്പര്യങ്ങൾ. രണ്ടാമത്തത് ആദർശവുമായി ബന്ധപ്പെട്ട മനസ്സിൻ്റെ താല്പര്യങ്ങൾ. ഈ രണ്ട് താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും പ്രശ്നത്തിൽ അള്ളാഹു ഇടപെടുക. ദുനിയാവിൻ്റെ കാര്യത്തിലായാലും ഇടപെടേണ്ടത് അള്ളാഹുവാണ്, ദീനിൻ്റെ വിഷയത്തിലായാലും ഇടപെടേണ്ടത് അള്ളാഹുവാണ്. അത് വിശ്വസിക്കുന്നവൻ മാത്രമാണ് മുസ്ലിം, അല്ലാത്തവൻ കാഫിറാണ്. അവരെപ്പറ്റി നമുക്കിവിടെ ചർച്ചയില്ല. ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മുഅ്മിനീങ്ങളോടാണ്. ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യുന്നത് അവിടെ കാഫിറെന്നോ മുഅ്മിനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ കാര്യത്തിലാണ്. രണ്ട് പ്രശ്നങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരും. അതിലൊന്നാമത്തെ പ്രശ്നം തികച്ചും മനുഷ്യന്റെ ഭൗതികമായ താല്പര്യങ്ങളായിരിക്കും. രണ്ടാമത്തെ പ്രശ്നം തികച്ചും ആദർശപരമായ താല്പര്യങ്ങളായിരിക്കും. ഈ രണ്ട് താല്പര്യങ്ങളെ പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ അള്ളാഹു വേർതിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. കാരണം ഈമാന്റെ ചർച്ചയാണല്ലോ പ്രവാചകന്മാരുടെ ദൗത്യം. ദുനിയാവിന്റെ ചർച്ച ചെയ്യാൻ പ്രവാചകന്മാരുടെ ആവശ്യമില്ല. ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ആദർശത്തെ രക്ഷിച്ച് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കാനാണ് പ്രവാചകന്മാര്. എങ്ങനെയാണ് തെങ്ങ് നടേണ്ടത്, എങ്ങനെയാണ് റബ്ബർ നടേണ്ടത്, എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, ഇത് പറയാനല്ല പ്രവാചകന്മാർ. ആ ചെയ്യുന്ന ജോലി എങ്ങനെയാണ് ആദർശപരമാക്കി തീർക്കുക എന്ന് പറയാനാണ് പ്രവാചകന്മാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രാവശ്യം മദീനയിലെ കർഷകരായ അൻസാരി സഹാബാക്കൾ ഈത്തപ്പന മരത്തിന്റെ മേലെ എന്തൊക്കെയോ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന്. അപ്പൊ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഈത്തപ്പനയുടെ മരത്തിൽ നിന്ന് പെൺപൂക്കളെയും ആൺപൂക്കളെയും വേർതിരിച്ച് പരാഗമനം നടത്തുന്ന രീതിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്.
അപ്പൊ സഹാബാക്കളോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനമല്ലേ നടക്കുകയുള്ളൂ, നിങ്ങൾ ചെയ്തു എന്നുകൊണ്ട് പ്രത്യേക വല്ല നേട്ടങ്ങളും ഉണ്ടാകുമോ? സഹാബാക്കൾ ആ ജോലി നിർത്തി. പിറ്റേത്തെ കൊല്ലം ഈത്തപ്പനം കായ്ക്കൽ കുറഞ്ഞു, നല്ല നഷ്ടം വന്നു കർഷകർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ പോയിട്ട് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളോട് അന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളത് നിർത്തിയത്, അതുകൊണ്ടാണോ നമുക്കറിയില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ട് അവരോട്, അൻതും അഅ്ലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളെ ദുന്യവിയായ സാങ്കേതിക കാര്യങ്ങൾക്ക് നിങ്ങളാണ് കൂടുതൽ അറിവുള്ളവർ, ഞാനല്ല കാര്യത്തിൽ അറിവുള്ള ആള്. സാങ്കേതിക കാര്യങ്ങൾ, എങ്ങനെയാണ് കൃഷി, എങ്ങനെയാണ് തെങ്ങ് നടേണ്ടത്, വളം ചേർക്കേണ്ടത് എങ്ങനെയാണ്, കുഴിയെടുക്കേണ്ടത് എത്രയാണ്, ഇതൊക്കെ നിങ്ങൾക്കാണ് നന്നായിട്ട് അറിയുക, അത് നിങ്ങളെ ഇൽമനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. എത്ര ക്ലിയറാണ് റസൂലുള്ളാഹി തങ്ങളുടെ ആ നിർദ്ദേശം. അത് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിച്ച അല്ലാഹു തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരും നിരൂപിക്കാനൊന്നും നിൽക്കണ്ട. അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ദീൻ പഠിപ്പിക്കാനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മഗ്രിബ് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. ബേക്കുന്ന ദുൽജദീൻ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിസ്കാരം ചുരുക്കപ്പെട്ടതാണോ അല്ല മറന്നതാണോ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ സംഭവിച്ചത്? 1 റക്അത്ത് കുറഞ്ഞു. ഉടൻ തന്നെ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് നിന്നു, 1 റക്അത്തും കൂടി നിസ്കരിച്ചു, പിന്നെ സഹുവിന്റെ സുജൂദ് ചെയ്തിട്ട് സലാം വീട്ടി. എന്തിനായിരുന്നു? റസൂലുള്ളാഹി തങ്ങളെ മറവിയുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടോ അല്ല, സഹാബാക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സഹാബാക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് സിഹിറിന്റെയും. റസൂലുള്ളാഹി തങ്ങൾക്ക് സിഹിർ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങളെ ബുദ്ധിക്കാനില്ല. അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിലൂടെ വേണം കാര്യങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ. അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ എന്താണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആയിഷത്തു സിദ്ദീഖ അത് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. നബി തങ്ങൾക്ക് സിഹിർ വാദിച്ചു വെച്ച് ബഹളം വെക്കാൻ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുമായിട്ട് പിണങ്ങിയിട്ട് 2 ആഴ്ച വഴക്കായിട്ട് വന്നു. പുതിയാപ്പള 2 ആഴ്ച വീട്ടിലേക്ക് വന്നില്ല. മദീനയിൽ ആ തെരുവ് ഇപ്പോഴും അവിടെ ഉണ്ട്, നമുക്ക് കാണിച്ചു തരാറുണ്ട് മദീനക്കാർ. റസൂലുള്ളാഹി തങ്ങൾ പിണങ്ങിയിട്ട് പോയി. ഭാര്യമാർ ചെലവിന് അധികം ചോദിച്ചതാണ്. അതിന് ലീഡേഴ്സ്, അതിന് നേതൃത്വം വഹിച്ചത് ഹഫ്സ ബീവിയാണ്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകള്. ഭാര്യയ്ക്ക് അവകാശമുണ്ട്, അവർക്ക് ഭാര്യ ഭർത്താവാണ് റസൂലുള്ളാഹി തങ്ങൾ. നബി റസൂല് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങിയില്ല ഈ പ്രശ്നത്തിനുള്ളിൽ കുടുംബ പ്രശ്നങ്ങളും. റസൂലുള്ളാഹി തങ്ങൾ പോയി, ഉമർ റളിയല്ലാഹുവിനെ അണക്കാൻ പോയി. ഉമർ റളിയല്ലാഹുവിനെ പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വാ പ്രശ്നം പരിഹരിക്കാം, ഞാൻ വരൂല എന്നാണ്. ഉമർ റളിയല്ലാഹു ഒരിക്കൽ പോയി, 2 പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അനുസരിച്ചില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, എൻ്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും, ഞാൻ ഹഫ്സാനെ പോയിട്ട് കൊന്നിട്ട് വരും, എന്നാലും റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു ഇത് പറഞ്ഞാൽ ചെയ്യുമെന്ന് റസൂലുള്ളാഹി തങ്ങൾക്കറിയാം. റസൂലുള്ളാഹി തങ്ങൾ ഒതുങ്ങി, എന്നാൽ ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, നിങ്ങൾക്ക് പ്രവാചകന്റെ ഭാര്യയായിട്ട് ജീവിക്കണോ അതോ ദുനിയാവിച്ചാണ്? ദുനിയാവാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉമത്തിഉകുന്ന വഉസരിഹുകുന്ന സറാഹൻ ജബീല, നിങ്ങളെ ഞാൻ മാനമായ രീതിയിൽ ഒഴിവാക്കി തരാം. എനിക്ക് ദുനിയാവ് ഇത്രയേ ഉള്ളൂ, എനിക്കിത്രേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ജീവിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭർത്താക്കന്മാർക്ക് കല്യാണമാക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട നബിയെ, ഞങ്ങൾക്ക് ഭാര്യയായിട്ട് ജീവിച്ചാൽ മതി, ആഖിറത്തിൽ പ്രവാചകൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക് വന്നാൽ മതി. എന്നാൽ പ്രശ്നം അങ്ങനെ പരിഹരിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപരമായ കുറ്റങ്ങളായിട്ട് ഹദീസ് നിഷേധികൾ കണ്ടാൽ എങ്ങനെയാണ് അതിന് വ്യാഖ്യാനിക്കാൻ പറ്റുക? റസൂലുള്ളാഹി തങ്ങളൊരു ബശർ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലത്തെ ഒരു ബശറാണ് ഞാൻ, ഒരു മനുഷ്യനാണ് ഞാൻ. യൂഹാ ഇലയ്യ, എനിക്കുള്ള പ്രത്യേകത എനിക്ക് വഹ്യ് വരുന്നുണ്ടെന്ന് മാത്രം. നിങ്ങളിൽ നിന്ന് ഞാൻ പ്രത്യേകക്കാരനാകുന്നത് എനിക്ക് വഹ്യ് വരുന്നുണ്ട്, നിങ്ങൾക്ക് വഹ്യില്ല. നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. നബി തങ്ങൾ നമ്മളെപ്പോലത്തെ മനുഷ്യനെ ബാക്കി ആയത്തോടെ കട്ടുവെച്ചിട്ട് ഹദീസ് നിഷേധികൾ അറിയും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ നമുക്കൊരു സാധാരണക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, യൂഹാ ഇലൈഹി ആയ മനുഷ്യൻ. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഓ പ്രവാചകരെ പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ പോലത്തെ ഒരു ബശറാണ്, മനുഷ്യനാണ് ഞാൻ. പ്രത്യേകത എന്താ? യൂഹാ ഇലയ്യ, എനിക്ക് വഹ്യ് വരുന്നുണ്ട്. അപ്പം മറ്റുള്ളവരിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകക്കാരനായി, ഇതേക്കാരനായില്ലേ? റസൂലുള്ളാഹി തങ്ങളല്ലാത്ത വഹ്യ് വരുന്ന ആരെങ്കിലും ഈ ഉമ്മത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്ന ഈ ഉമ്മത്തിനെ ശരീഅത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ദുനിയാവിൻ്റെ വിഷയങ്ങൾ. അപ്പോൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട്. ദുന്യവിയായ താല്പര്യങ്ങൾ, ആ താല്പര്യം മനുഷ്യ സഹജമാണ്, എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന താല്പര്യമാണ്. രണ്ടാമതായിട്ട് അല്ലാഹു തആല ആദർശപരമായ താല്പര്യം, എന്നിട്ട് രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ദുനിയാവിൻ്റെ താല്പര്യങ്ങളെക്കാൾ ദീനിൻ്റെ താല്പര്യങ്ങളോടാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ അത് മുഅ്മിനീങ്ങൾക്ക് അപകടമായിരിക്കും എന്ന് പറഞ്ഞു ഖുർആൻ. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅംവാലുൻ വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ
വതിജാറത്തുൻ തഖ്ശൗന കസാദഹ വമസാകിനു തർലൗനഹ അഹബ്ബ ഇലൈക്കും. കൃത്യമാണ് കാര്യം. ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില താല്പര്യങ്ങളെ പറ്റിയാണ് അല്ലാഹു തആല ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് മുഅ്മിനീങ്ങളോടാണ് സംസാരിക്കുന്നത്. കാഫിരീങ്ങളോടോ മുശ്രിക്കീങ്ങളോടോ മുൽഹിദീങ്ങളോടോ അല്ല അള്ളാഹു സംസാരിക്കുന്നത്, മുഅ്മിനീങ്ങളോടാണ്. കാരണം മുഅ്മിനീങ്ങളുടെ കാര്യത്തിലാണ് അല്ലാഹു തആലക്ക് താല്പര്യം. മുഅ്മിനീങ്ങൾ ബുദ്ധിമുട്ടി പോകാൻ പാടില്ല, അവർ ആഖിറത്തിൽ വിജയിക്കണം, അവരുടെ ഈമാന് ഡാമേജ് സംഭവിച്ചു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 90% മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 10% മാത്രമേ മറ്റുള്ള മൊത്തം മനുഷ്യരുടെ കാര്യം പറയുന്നുള്ളൂ. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ മുഅ്മിനീങ്ങൾ എത്രയാണ് മുഅ്മിനീങ്ങൾ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് പിറകെ വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലെയുള്ളവർ ഒരു 10%, 1,00,000 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 1,000 പേര് മാത്രം, അത്രേ അല്ലാഹു തആല പ്രതീക്ഷിക്കുന്നുള്ളൂ. 1 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 1,00,000 മുസ്ലിമീങ്ങളെ മാത്രമേ അല്ലാഹു തആല പ്രതീക്ഷിക്കുന്നുള്ളൂ. അവരോടാണ് അല്ലാഹു തആല സംസാരിക്കുന്നത്. ഇത് നമ്മൾ മാലോകർക്കുള്ള ഒരു അടിസ്ഥാന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചവരോടൊന്നും മറുപടിയില്ല. അവരൊക്കെ അവരുടെ താല്പര്യം അവരുടെ ചിന്താഗതിയുമായിട്ട് മനസ്സിന് കൊണ്ടുപിടിച്ചിട്ട് അങ്ങനെ ജീവിച്ചു മരിക്കുമെന്ന് മാത്രം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പൊതു താല്പര്യവുമായിട്ട് എണ്ണിയത് 8 കൂട്ടം കാര്യങ്ങളെയാണ്. 8 കൂട്ടം കാര്യങ്ങളെയാണ് പൊതു താല്പര്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയുക മുഅ്മിനീങ്ങളോട്, ഇൻ കാന ആബാഉക്കും, നിങ്ങളെ പിതാക്കൾ. മാതാപിതാക്കൾ ഒരു മനുഷ്യന്റെ വികാരമാണ്. അത് ഏത് മനുഷ്യനായാലും, അത് ജാതി മതമൊന്നുമില്ല. മാതാപിതാക്കളോടുള്ള താല്പര്യം, മാതാപിതാക്കളോടുള്ള സ്നേഹം, മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ അത് മനുഷ്യ സഹജമാണ്. അല്ലാഹു തആല പറഞ്ഞു നിങ്ങളെ പിതാക്കൾ. അതേപോലെ തന്നെ അഭിനാവുക്കും, നിങ്ങളെ മക്കൾ. മക്കളോടുള്ള താല്പര്യം, മക്കളോടുള്ള ഇഷ്ടം. മക്കൾക്കൊരു കാലുവേദന വന്നാൽ, ഒരു തലവേദന വന്നാൽ താങ്ങാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല. അത് വളരെ കൃത്യമായ കാര്യമാണ്. മൂന്നാമതായിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഇഖ്വാനുക്കും, നിങ്ങളെ സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, നിങ്ങളെ രക്തബന്ധത്തിലുള്ള നിങ്ങളെ ജ്യേഷ്ഠന്മാര്, അനുജന്മാര്, പെങ്ങന്മാര്. അതേപോലെ തന്നെ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, ഭാര്യ ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, ഭാര്യക്ക് ഭർത്താവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാലാമതായിട്ട് പറഞ്ഞത് അങ്ങനെയാണ്. അഞ്ചാമതായിട്ട് പറഞ്ഞത് അശീറത്തുക്കും, നിങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, നിങ്ങളുടെ ബന്ധുക്കൾ, മൂത്താപ്പ, ഇളയപ്പ, മൂത്തുമ്മ, ഇളയമ്മ, ഉമ്മുമ്മ, പെങ്ങന്മാര്, ഭർത്താക്കന്മാര്, മക്കള്, കൂട്ടുകുടുംബക്കാർ, അശീറത്ത്. അഞ്ചാമത് അതേപോലെ തന്നെ ആറാമതായിട്ട് അല്ലാഹു തആല ഒന്നാമതായിട്ട് പറഞ്ഞത് ബാപ്പ, പിന്നെ മക്കള്, പിന്നെ സഹോദരങ്ങള്, പിന്നെ ഇണകള്, പിന്നെ കുടുംബക്കാര്. പിന്നെ പറഞ്ഞത് അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ച് സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളെ മുതല്, നിങ്ങളെ പൈസ. ആർക്കാണ് താല്പര്യമില്ലാത്തത് പൈസയോട്? അവനവനെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയോട്, പണത്തോട് ആർക്കാണ് താല്പര്യമില്ലാത്തത്? അതിൻ്റെ സംരക്ഷണം ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അത് നഷ്ടപ്പെട്ടു പോകുന്നത്, പേടിക്കാത്തത് ആരാണുള്ളത്? മനുഷ്യ സഹജമായ മനുഷ്യന്റെ അവസ്ഥയാണ് അല്ലാഹു തആല പറഞ്ഞിരുന്നത്. അവിടെ മുസ്ലിം എന്നോ ഹിന്ദു എന്നും പ്രത്യേകതയുണ്ടോ? ഇതിന് കാഫിർ എന്നും മുശ്രിക്കെന്നും പ്രത്യേകതയുണ്ടോ? ആ വിഷയത്തിന്, സാമ്പത്തികമായ ബന്ധത്തിന്, സമ്പത്തിന്റെ ഇടപെടലുകൾക്ക്. വളരെ കൃത്യമാണ് കാര്യം. വതിജാറത്തു, നിങ്ങളെ കച്ചവടം. തഖ്ശൗന, നിങ്ങൾ ഭയപ്പെടുന്നു. കസാദഹ, കലാപകാരികൾ അതിനെ നശിപ്പിച്ചേക്കുമെന്ന്, അല്ലെങ്കിൽ കൊള്ളക്കാർ ഇതിനെ കൊള്ളയടിച്ചേക്കുമെന്ന്, അല്ലെങ്കിൽ വല്ല തീയോ വെള്ളമോ വന്നിട്ട് അത് നശിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങൾ. വതിജാറത്തുൻ തഖ്ശൗന, നിങ്ങൾ ഭയപ്പെടുന്നു. കസാദഹ, അത് നശിപ്പിക്കപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ആർക്കാണ് അവനവൻ്റെ കച്ചവടത്തെ സംബന്ധിച്ച് ധാരണയില്ലാത്തത്? ആർക്കാണ് അവൻ്റെ കച്ചവടം നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് പേടിയില്ലാത്തത്? ആർക്കാണ് അതിനെപ്പറ്റി ഒരു ഉത്കണ്ഠയില്ലാത്തത്? കലാപങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് കടയും പൂട്ടിയിട്ട് താക്കോലും കീശി ഇട്ടിട്ട് ഓടുകയല്ലേ കച്ചവടക്കാർ? കാരണം കലാപക്കാർ ഏത് സമയത്താണ് കൊള്ളയടിക്കുക എന്നറിയില്ല. തീ വെപ്പുകാർ എപ്പോഴാണ് തീ വെക്കുക, ആരാണ് തീ വെക്കുക എന്നറിയില്ല. ഇതൊക്കെ ദൈനംദിനം നമ്മളെ കൂട്ടം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അല്ലാഹു തആല എടുത്തു പറഞ്ഞു അത്. വതിജാറത്തുൻ തഖ്ശൗന കസാദഹ. എട്ടാമതായിട്ട് അല്ലാഹു തആല പറഞ്ഞു വമസാകിനു തർലൗനഹ, നിങ്ങളെ ബംഗ്ലാവുകൾ, നിങ്ങൾ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ചിട്ടുണ്ടാക്കിയ നിങ്ങളെ വീടുകൾ, നിങ്ങളെ മണിമന്ദിരങ്ങൾ, കോടികളാണ് ചെലവ്. തർലൗനഹ, നിങ്ങളെ മനസ്സിന് തൃപ്തിപ്പെട്ട നിങ്ങളെ വീടുകൾ, അതാണ് നിങ്ങളുടെ താല്പര്യം. ഈ 8 കൂട്ടം കാര്യങ്ങളാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, യുദ്ധം നടക്കുമ്പോൾ, കലാപങ്ങൾ ഉണ്ടാവുമ്പോൾ, ഭയങ്കരമായ തീ വരുമ്പോൾ, കാട്ടുതീ വരുമ്പോൾ, വെള്ളപ്പൊക്കങ്ങൾ വരുമ്പോൾ, കൊടുങ്കാറ്റുകൾ വരുമ്പോൾ,
ഈ 8 കൂട്ടം കാര്യങ്ങളോടാണ് നിങ്ങൾക്ക് താല്പര്യം കൂടുതലെങ്കിൽ, അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും മുഹബ്ബത്ത് ഈ 8 കൂട്ടം കാര്യങ്ങളോടാണെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ജന്മപ്രശ്നമെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ജീവിത പ്രശ്നമെങ്കിൽ, ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രശ്നമെങ്കിൽ, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഈ 8 കൂട്ടം കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ലോക രാഷ്ട്രീയത്തെ, നിങ്ങൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയത്തെ ഈ 8 കൂട്ടം കാര്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ട് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മുഅ്മിനീങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഖുർആൻ ആയത്തും അള്ളാഹു പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ അനുഭവിക്കൽ മാത്രമാണ്. പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അനുഭവിക്കൽ മാത്രമാണ്. ഇത് കണ്ടിട്ട് പഠിച്ചില്ലെങ്കിൽ പഠിക്കും. കൊണ്ടിട്ട് പഠിക്കുന്ന സമയത്ത് പിന്നെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടറിയണം ആദ്യം, എന്നിട്ട് കൊണ്ടറിയും. പിന്നെ കൊണ്ടറിയുന്നതിന് മുമ്പ് കണ്ടറിയണം. കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കിട്ടൂല. ഇത് അൻസലല്ലാഹു ബിഖൗമിൻ അദാബ, ഒരു സമൂഹത്തിലെങ്ങാനും അള്ളാഹ് ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അസ്വാബൽ അദാബു മൻ കാന ഫീഹിം, ആ രാജ്യക്കാരെ മുഴുവനും ആ ശിക്ഷ ബാധിക്കുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ നാട്ടുകാരെ മുഴുവനും ആ ശിക്ഷ ബാധിക്കുന്നതാണ്. ഓൻ കാഫിറാൻ, ഓൻ മുശ്രിക്കാൻ, ഓൻ മുൽഹിദാൻ, ഓൻ മുബ്തദിയാൻ, ഓൻ സലഫിയാൻ, ഓൻ മുഅ്മിനാൻ, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ദുനിയാവിന്റെ രീതി അതാണ്. ഇത് അൻസലല്ലാഹു ബിഖൗമിൻ അദാബ അസ്വാബൽ അദാബു മൻ കാന. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ സുമ്മ ബുഇസു അലാ അഅമാലിഹി, കലാപങ്ങളൊക്കെ കെട്ടടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു തആല ഓരോരുത്തരുടെയും ആദർശമനുസരിച്ച് ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്നതാണ്. സുമ്മ ബുഇസു, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അലാ അഅമാലിഹിം, ഓരോരുത്തരുടെയും ആദർശമനുസരിച്ച്. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിന് അതിൻ്റെ ആനുകൂല്യം കിട്ടും. ഇനി അഥവാ മരിച്ചിട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് കലാപത്തിൽ, എങ്കിൽ ജീവിതത്തിൽ തന്നെ ദുനിയാവിൽ തന്നെ അതിൻ്റെ പകരം അല്ലാഹു തആല പുനരധിവാസം നൽകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. എന്നല്ലാതെ മുഅ്മിനീങ്ങളെ മാറ്റി നിർത്തി അവരെ ഉണക്കാനിട്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം കത്തിച്ച് കളയാന്നുള്ള രീതിയൊന്നും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അത് ദുനിയാവിൻ്റെ രീതിയിൽ പെട്ടതല്ല, അള്ളാഹിൻ്റെ സുന്നത്തിൽ പെട്ടതല്ല. അള്ളാഹിൻ്റെ സുന്നത്ത് മാറുന്ന പ്രശ്നമില്ല. ഇവിടെ എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഈ 7 കൂട്ടം കാര്യങ്ങളാണ് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം, നിങ്ങളുടെ സാമ്പത്തിക താല്പര്യം, നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ രീതി, നിങ്ങളുടെ മഹല്ല് കമ്മിറ്റിൻ്റെ താല്പര്യം, നിങ്ങളുടെ ജമാഅത്തിൻ്റെ താല്പര്യം, നിങ്ങളുടെ സംഘടനയുടെ താല്പര്യം, നിങ്ങളുടെ നാട്ടിൻ്റെ രാഷ്ട്രീയത്തിൽ, നിങ്ങളുടെ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം, നിങ്ങൾ പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മുഖ്യമായിട്ട് കാണുന്നത് ഈ പറയപ്പെട്ട 8 കൂട്ടങ്ങളുടെ സുരക്ഷയാണ്. ഇന്ന പാർട്ടി ജയിച്ചാൽ നമ്മുടെ സമ്പത്തിന് സുരക്ഷയുണ്ട്, ഇന്ന പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിന് സുരക്ഷയുണ്ട്, ഇന്ന പാർട്ടി വന്നാൽ അവർ കൊന്നുകളയും, നമ്മളെ കൊല്ലാൻ നടക്കുന്നവരാണ്, അവർ അധികാരത്തിൽ വന്നാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം വരും, നമ്മളെ വീട് കൊള്ളയടിക്കും, നമ്മളെ പൗരത്വാവകാശം നഷ്ടപ്പെടും, അതുകൊണ്ട് ഇന്ന പാർട്ടിയല്ല വേണ്ടത്, ഇന്ന പാർട്ടിയാണ്. അങ്ങനെ നിങ്ങൾ ഈ പറയപ്പെട്ട 8 കൂട്ടം, ഇതൊന്നും നമ്മൾ ഒരു ബുക്ക് വായിച്ചിട്ട് പറയല്ലേ. ഖുർആൻ ഷരീഫ് സൂറത്ത് തൗബയിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർലൗനഹാ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് അഹബ്ബ ഇലൈക്കും, ഈ 8 കൂട്ടം കാര്യങ്ങളോടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, അതായത് നിങ്ങൾ പ്രശ്നങ്ങളെ പരിഹാരമായിട്ട് കാണുന്നത് ഈ 8 കൂട്ട കാര്യങ്ങളുടെ സുരക്ഷയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആധികാരികമായിട്ട് കാണുന്നത് എന്തിനേക്കാൾ? മിനല്ലാഹി, അള്ളാഹുവിനേക്കാൾ. അള്ളാഹുവിനേക്കാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു തആല അള്ളാഹുവിനെ നിങ്ങളെ കുടുംബക്കാരനാക്കുന്നതിനേക്കാൾ എന്നാണ്. അള്ളാഹുവിനേക്കാൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ചു കൊടുക്കുന്നതിനേക്കാൾ. അള്ളാഹുമായിട്ട് ഈ അടിമകൾക്ക് ഒറ്റ ബന്ധമേ ഉള്ളൂ. അത് അല്ലാഹു തആല പറഞ്ഞു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, ഓ മുആദേ, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകളിൽ നിന്ന് അള്ളാഹുവിന് കിട്ടാനുള്ള ഹക്ക് നിങ്ങൾക്ക് വല്ലതും അറിയുമോ? അടിമകളിൽ നിന്ന് അള്ളാഹ്ക്ക് കിട്ടാനുള്ള ഒരു അവകാശത്തെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയുമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള ഹക്ക് എന്താണെന്ന് അറിയാമോ? ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ മുആദ് ഇബ്നു ജബൽ പറഞ്ഞു, കഴുതപ്പുറത്താണുള്ളത്. റസൂലുള്ളാഹി തങ്ങളും മുആദ് ഇബ്നു ജബലും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. റസൂലുള്ളാഹി തങ്ങളാണ് കഴുതയെ തെളിക്കുന്നത്. സഹയാത്രികനാണ് മുആദ് ഇബ്നു ജബൽ. അങ്ങനെ ഒറ്റക്കുള്ളൊരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, യാ മുആദ്, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. അപ്പോൾ മൂപ്പർ പറഞ്ഞു, ബേക്കുന്ന അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുക്കും അല്ലാഹുവിൻ്റെ റസൂലും നന്നായിട്ട് അറിയാം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾക്ക് അള്ളാഹിനോട് അങ്ങോട്ട് ചെയ്യാനുള്ള ഒരേ ഒരു ഹക്കേ ഉള്ളൂ. അതെന്താണ്? അൻ തഅബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. മാത്രമേ അള്ളാഹു ഒരു അവകാശമായിട്ട് ചോദിക്കുള്ളൂ അടിമകളിൽ നിന്ന്. അടിമകളിൽ നിന്ന് ഒറ്റൊരു കാര്യമേ അള്ളാഹ് അവകാശം എന്ന നിലക്ക് ചോദിക്കുന്നുള്ളൂ. ബാക്കിയൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടം ആവശ്യമല്ല. അള്ളാഹു എല്ലാ ഗനിയ്യുൻ അനിൽ ആലമീൻ,
അള്ളാഹു എല്ലാറ്റിനും തൊട്ട് ഐശ്വര്യവാനാണ്. ഒരു കാര്യം മാത്രമേ അടിമകളിൽ നിന്ന് അള്ളാഹു തആല പ്രതീക്ഷിക്കുന്നുള്ളൂ. അതെന്താ? എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിനോട് മാത്രമായിരിക്കുക, അള്ളാഹുവിനോടൊപ്പം മറ്റൊന്നിനെയും ആക്കാതിരിക്കുക. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹിനോട് മാത്രമായാൽ മാത്രം പോരാ, അള്ളാഹു അല്ലാത്തതിനെ കൊണ്ട് സാധിക്കൂല എന്ന് തീരുമാനിക്കുകയും ചെയ്യുക. പഴയ കാലങ്ങളിലൊക്കെ ഉറൂസുകളൊക്കെ വരുമ്പോൾ വലിയ പ്രത്യാശയാണ് മുഅ്മിനീങ്ങൾക്ക്. ഉറൂസുകളൊക്കെ വലിയ പ്രതീക്ഷകളാണ്. കാരണം അടുത്ത ഒരു കൊല്ലത്തേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ തങ്ങളിലൂടെ നേടാനുള്ള സന്ദർഭമാണ്. അതിൽ ചില നാട്ടുകാർ കൂട്ടുതിയാറത്ത് നിന്നൊക്കെയാണ് പേരിടുക, ചില സ്ഥലത്ത് ഉറൂസ് എന്നാണ് പേരിടുക, പിന്നെ ചില കേരളത്തിലൊക്കെ നേർച്ച, ആണ്ട് നേർച്ച എന്നൊക്കെയാണ് പേരിടുക. എന്ത് പേരിട്ടാലും ശരി സംഗതി ഒന്നാണ്. മരമ്പൂച്ചയായാലും പിലാക്കായാലും ചക്കായാലും പേരിലൊന്നാണ്. ചില ആൾ പറയും ചക്ക, ചില ആൾ പറയും പിലാവിന്റെ കായ്, എന്ത് പറഞ്ഞാലും ചക്ക തന്നെയാണ്. ഈ രീതിയിൽ ഒരു പ്രതീക്ഷ. വല്ലാഹി അവൻ അള്ളാഹുവിനോടുള്ള ഹക്ക് ബാത്തിലാക്കിയവനാണ്, അള്ളാഹുവിനോടുള്ള കടപ്പാട് ധിക്കരിച്ചവനാണ്. അള്ളാഹു തആല ഒറ്റൊരു കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ, അത് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മൾ അള്ളാഹും തമ്മിൽ എന്താണ് ബന്ധം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള ഹക്ക് എന്താ? അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള അവകാശം എന്താ? അല്ലാ തുഅദ്ദിബു മൻ ലാ യുശ്രികു ബിഹി ശൈഅ. അള്ളാഹുവിനോടൊപ്പം വേറെ ഒന്നിനെയും പരിഗണിക്കാത്തവനിക്ക് അവനെ ഒരു കാരണവശാലും ശിക്ഷിക്കുകയില്ല. എന്താണ് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള ഹക്ക്? ഹക്കായിട്ടാണ് പറയുന്നത് അള്ളാഹു തആല, ഒരു അവകാശം. അതായത് വേറെ ഒന്നിനും അവകാശം പറയാം. നിസ്കരിച്ചു വന്നതുകൊണ്ട് അവകാശം ചോദിക്കാൻ പറ്റൂല, നോമ്പ് വിട്ടു അവകാശം ചോദിക്കാൻ പറ്റൂല, സക്കാത്ത് കൊടുത്തു അവകാശം ചോദിക്കാൻ പറ്റൂല. അതൊക്കെ അള്ളാഹു ഔദാര്യപൂർവ്വം വല്ലതും തന്നങ്ങ് കിട്ടി, അൽഹംദുലില്ലാ. പക്ഷെ തൗഹീദ് അങ്ങനെയല്ല, അവകാശമായിട്ട് പറയാൻ പറ്റും. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഒരുത്തൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നത് അംഗീകരിക്കാൻ തയ്യാറായി, അള്ളാഹുവിനോടൊപ്പം വേറെ ഒന്നിനെ അംഗീകരിക്കാൻ അവൻ തയ്യാറല്ല. മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണ്. അള്ളാഹുവിനെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരാളെ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, അത് മുഹമ്മദ് നബിനെ മാത്രമാണ്. ഒരു തങ്ങളും എനിക്ക് വിഷയമല്ല, ഷെയ്ഖ് വിഷയമല്ല, ഇമാമ് വിഷയമല്ല, ഷെയ്ഖുന മൗലാന തങ്ങള് ബീവി ബാവ അങ്ങനെ ആരും, മുദരിസ് ഖത്തീബ് ഇവരാരും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം എൻ്റെ റസൂലാണ്. ഞാൻ ഉസ്താദിനെ സമീപിക്കുന്നത് ഉസ്താദിന്റെ അഭിപ്രായം അറിയാനല്ല, ഈ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ അഭിപ്രായം എന്താണെന്നറിയാനാ. ഞാൻ ഷെയ്ഖുനാനെ സമീപിക്കുന്നത് ഉസ്താദിന്റെ അഭിപ്രായം, തങ്ങളെ അഭിപ്രായം അറിയാനല്ല. ഞാൻ ഇമാമിങ്ങളെ സമീപിക്കുന്നത് ഇമാമിങ്ങളെ അഭിപ്രായം അറിയാനല്ല. ഈ വിഷയത്തിൽ മുഹമ്മദുർ റസൂലുള്ള എന്താണ് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദുർ റസൂലുള്ള. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്ന ഈസാ റസൂൽ അബ്ദുല്ലാഹി വ റസൂലു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹിന്റെ മോനല്ല. വ റസൂലുഹു അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഇടയാളുമല്ല. റൂഹും മിൻഹു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആത്മാവാണ്, അള്ളാഹു ശുദ്ധമാക്കിയ ആത്മാവാണ്. കലിമത്തുൻ അൽഖാഹ ഇലാ മറിയം, അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വചനമാണ് അള്ളാഹു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നും ഒരുത്തൻ അംഗീകരിച്ചാൽ, വ അന്നൽ ജന്നത്ത സ്വർഗവും വ അന്നൻ നാറ നരകവും അത് സത്യവുമാണ് എന്ന് ഒരുത്തൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനെ പറ്റി റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അള്ളാഹ് സ്വർഗത്തിൽ കടത്തി. അലമാക്കാന മിനൽ അമൽ, അവന്റെ അമൽ എന്താന്ന് പിന്നെ അള്ളാഹു തആല നോക്കൂല. എന്തൊരു സൗഭാഗ്യമാണ് തൗഹീദിന്റെ സൗഭാഗ്യം. ഉഹുദുമലിയോളം അമൽ ചെയ്ത് കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അമലി മിനിമം. അമലുകൾ ആവതനുസരിച്ച്, തൗഹീദ് ആവതനുസരിച്ച് പോരാ, ക്ലൈമാക്സ് വേണം. തൗഹീദ് അമൽ ആവതനുസരിച്ച് മതി. നിന്നിട്ട് ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്നിട്ട് ഇരിച്ചാൽ മതി. നോമ്പ് നോക്കാൻ കഴിയുന്നില്ല, റമദാൻ മാസം രോഗമാണോ നോക്കണ്ട, രോഗമെല്ലാം മാറിയിട്ട് പിന്നെ നോറ്റ് വിടിയാൽ മതി. നീ യാത്രക്കാരനാണോ എന്നാലും നോമ്പ് നോക്കണ്ട, നീ പിന്നെ നോറ്റാൽ മതി, നാട്ടിലെത്തിയിട്ട് നോറ്റാൽ മതി. എന്തൊരു കിളവാണ് അല്ലാഹു തആല അമലിന്റെ കാര്യത്തിൽ. എന്നാൽ ഈ സമയത്തെല്ലാം തൗഹീദ് പ്യൂറായിരിക്കണം. രോഗിയായി കിടക്കുമ്പോഴും തൗഹീദ് പ്യൂറായിരിക്കണം. നീ 500 കൊല്ലം ജീവിച്ചാലും ലൈവായി നിൽക്കണം തൗഹീദ്. ഇതാണ് അല്ലാഹു തആല ആവശ്യപ്പെടുന്ന ഹഖ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് പറയുകയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് മേൽപ്പറയപ്പെട്ട 8 കൂട്ടം കാര്യങ്ങളുടെ സംരക്ഷണമാണ് നിങ്ങളെ താല്പര്യമായി കാണുന്നെങ്കിൽ, നിങ്ങളെ രാഷ്ട്രീയ താല്പര്യമായിട്ടത് കാണുന്നെങ്കിൽ, നിങ്ങളെ സാമ്പത്തിക താല്പര്യം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, നിങ്ങളെ സംഘടനാ ബന്ധം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മഹല്ല് ബന്ധം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, പറയപ്പെട്ട 8 കൂട്ടം കാര്യങ്ങളുമായിട്ടാണെങ്കിൽ, എന്തിനേക്കാൾ മിനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൗഹീദ് നിലനിർത്തുന്ന കാര്യത്തിൽ താല്പര്യമില്ല, നിങ്ങൾക്ക്
തൗഹീദ് അങ്ങനെയും ഇങ്ങനെയൊക്കെ മതി, അള്ളാന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമല്ല, അള്ളാഹു ഈ കാര്യത്തിൽ എന്താണ് തീരുമാനിക്കുന്നത് അത് ചർച്ച ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഈ പറയപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരികയാ, എങ്ങനെയാണ് ഇത് രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുക, ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചിന്ത. ഊണിലും മുറുക്കിലും നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ സംഘടനാപരമായ ചിന്ത, നിങ്ങളുടെ സാമൂഹ്യമായ ചിന്ത, ഈ 8 കൂട്ടം കാര്യങ്ങളെ സുരക്ഷിതമായി ഇന്ത്യ രാജ്യത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊണ്ട് ഏത് തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് സാധിക്കുക എന്നതാണ് നിങ്ങളുടെ മുഖ്യ വിഷയമെങ്കിൽ അള്ളാഹുവിനേക്കാൾ ഈ വിഷയത്തിൽ അള്ളാഹ് ഇടപെടാൻ എന്താണ് വേണ്ടത്, അള്ളാഹ് ഇടപെടിപ്പിക്കാൻ എന്താണ് വേണ്ടത്? ഇതിനു മുമ്പും അള്ളാഹു തആല ഇടപെട്ടിട്ടുണ്ടല്ലോ പല പ്രശ്നത്തിലും. അതിന് തുല്യമായ ആൾക്കാർ തന്നെ ഇപ്പോഴും ഉള്ളത്. ഇന്ത്യൻ ലോകത്ത് 4 രാജ്യങ്ങളെ 4 സമൂഹങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഒന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്ത് അംഗീകരിച്ചു എന്ന് പറയുന്ന ഇസ്രായേലി ജൂതന്മാർ, 2 ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്ത് അംഗീകരിച്ചു എന്ന് പറയുന്ന റോമൻ ക്രിസ്ത്യാനികൾ, 3 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്താണ് അംഗീകരിച്ചത് എന്ന് പറയുന്ന ഇറാനിയൻ ജൂതന്മാർ അഥവാ ഷിയാക്കൾ. ഇത് 3 മതക്കാര് വേറെ. ബാക്കിയുള്ളത് ഇവന്റെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ. അവർക്ക് അള്ളാഹുവിനും അള്ളാന്റെ റസൂലിനും അപ്പുറത്ത് ജീവിച്ചിരിക്കുന്ന ശൈഖന്മാരും ഉസ്താദുമാരും മഹുസ്മാരും ശൈഖുനമാരും മൗലാനമാരും സംഘടനകളും സംഘടനാ നേതാക്കന്മാരും അതേപോലെ തന്നെ അവർ വിശ്വസിച്ചിരിക്കുന്ന ചില ഉൽപ്പന്നങ്ങളുമാണ് അവർക്ക് താല്പര്യം. അങ്ങനെയുള്ള 4ാമത്തെ ഒരു വിഭാഗം ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പോലെ, പാകിസ്ഥാൻ മുസ്ലിമീങ്ങളെ പോലെ, ഇന്തോനേഷ്യ മലേഷ്യൻ മുസ്ലിങ്ങളെ, ബംഗ്ലാദേശ് മുസ്ലിമീങ്ങളെ പോലെ, അങ്ങനെ മൊറോക്കോ തൊട്ട് ഇന്തോനേഷ്യ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും മഹാഭൂരിപക്ഷത്തെ പോലെ, ഗൾഫ് രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങളെ പോലെ ഇവരൊക്കെ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. 4 വിഭാഗം. ഒന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തുമായി ബന്ധപ്പെട്ട ഇസ്രായേലി ജൂതൻ, 2 ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തുമായി ബന്ധപ്പെട്ട റോമൻ ക്രിസ്ത്യാനി, 3ാമത്തത് മുഹമ്മദ് നബിന്റെ റിസാലത്തുമായി ബന്ധപ്പെട്ട ഇറാനിയൻ ഷിയാക്കൾ, 4ാമത്തത് ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ, OBC മുസ്ലിമീങ്ങൾ. പാരമ്പര്യ മുസ്ലിമീങ്ങൾ അവർക്ക് താല്പര്യം എന്താണ്? പാരമ്പര്യ മുസ്ലിമീങ്ങൾ അത്യാവശ്യം നിസ്കരിക്കും, നോമ്പ് നോക്കും, സക്കാത്ത് കൊടുക്കും, തൗഹീദൊന്നും അവർക്ക് വലിയ വിഷയമല്ല. ഗൾഫ് രാജ്യങ്ങളെ പോലെ, അറബ് രാജ്യങ്ങളെ പോലെ ഇവിടെ വ്യത്യസ്തമായ ഒരു രീതി സ്വീകരിക്കുന്ന ഒരു രാജ്യത്തെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അവരെ എത്ര കാലം നിലനിൽക്കുന്ന ഉറപ്പൊന്നും നമുക്കില്ല. അവിടെ 2 വിഭാഗം, ഒന്ന് ഉലുൽ ഇൽമും ഒന്ന് ഉലുൽ അംറും. മക്കയും മദീനയും തൗഹീദിന്റെ രാജപാതയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭരണകൂടം. സൗദി ഭരണകൂടത്തോടെല്ലാം നമുക്ക് താല്പര്യം. അവരെന്താ ചെയ്യുന്ന നമുക്ക് അറിയേണ്ടിയില്ല. അവരെല്ലാം പാരമ്പര്യ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവർ. നമുക്ക് വിഷയം പരിശുദ്ധമായ മക്കയും മദീനയും. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മഹത് ബൽദകളെ ഏതൊരു സമൂഹത്തിന്റെ കീഴിലാണോ തൗഹീദിന്റെ ആദർശം അനുസരിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നത്, റിയാദ് എന്തായി നമുക്കറിയേണ്ടതില്ല, ജിദ്ദ എന്തായി നമുക്കറിയേണ്ടതില്ല, മക്കയും മദീനയും എന്തായി എന്നാണ് നമുക്കറിയേണ്ടത്. അത് നിലനിൽക്കുന്ന കാലത്തോളം, തൗഹീദ് നിലനിൽക്കുന്ന കാലത്തോളം, ഭരണാധികാരികൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന കാലത്തോളം നമ്മുടെ ദുആ എപ്പോഴും സൗദി ഭരണകൂടത്തിനോടാണ്. അവർ തൗഹീദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്തവരാണ്. അവർ പല തോന്നിയവാസങ്ങളും ചെയ്യുന്നുണ്ടാകാം, പല തരത്തിലുള്ള തിരിമറികളും ചെയ്യുന്നുണ്ടാകാം. ആ വിഭാഗം, ആ അഹ്ലുൽ ഇൽം, അഹ്ലുൽ അംർ, അതായത് മംലക്കത്തുൽ അറബിയ്യത്തി സൗദിയ, സൗദി ഭരണകൂടം വേറെ, ഉലുൽ ഇൽമ് ആലു ഷെയ്ഖ് വേറെ, ആലു സൗദ് വേറെ. ആലു സൗദി ഏത് സമയത്താണ് OBC ആകാൻ നമുക്കൊരു ഉറപ്പുമില്ല. ആലു ഷെയ്ഖ് എപ്പോഴും തൗഹീദിന്റെ പാശത്തിൽ 100% തീവ്രതയോടെ അടിയുറച്ചു നിൽക്കുന്നു. അതിന്റെ കേന്ദ്രം മക്കയും മദീനയുമാണ്. എന്നാണോ അത് ഇല്ലാതാകുന്നത്, അപ്പോൾ നമുക്ക് അതൊക്കെ അവർക്കും എതിരാകും. ഇല്ലാതായിക്കൂടാ എന്ന് പറഞ്ഞുകൂടാ. കാരണം കഅബ പോലും പൊളിക്കപ്പെടും ഖിയാമത്ത് നാൾ വരുമ്പോൾ എന്ന അഷ്റഫുൽ ഖൽഖിന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞതാണ്. ഇനി 3ാമത്തൊരു ഭവനമുണ്ട്, അത് ബൈത്തുൽ മുഖദ്ദസാണ്. അതിന്റെ ഒരു മൂല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ജൂതന്മാരുടെ കയ്യിലാണ്. 2ാമത്തെ മൂല ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ, റോമൻ ക്രിസ്ത്യാനികൾ, അമേരിക്കൻ ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. 3ാമത്തെ മൂല ശീഇയ്യത്തിൽ വിശ്വസിക്കുന്ന, മുഹമ്മദി റിസാലത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഇറാനിയൻ കാഫിരികളുടെ കയ്യിലാണ്. 4ാമത്തെ മൂല OBC സമൂഹത്തിന്റെ കയ്യിലാണ്. ആരെ കയ്യിലായാലും നമുക്ക് മാലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് അവകാശപ്പെട്ടതാണ് ബൈത്തുൽ മുഖദ്ദസ്. അത് അവരെ കയ്യിൽ മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്ത ഒരാളുടെയും കയ്യിൽ ബൈത്തുൽ മുഖദ്ദസ് വരാൻ പറ്റുകയില്ല.
ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഡ്രസ്സിൽ നിലനിൽക്കുന്ന ഒരേ ഒരു രാജ്യം നിലവിലുള്ളത് സൗദി അറേബ്യ. കാരണം മക്കയും മദീനയും 1200 കൊല്ലത്തെ ശിർക്കി പാരമ്പര്യത്തെ തകർത്ത് തരിപ്പണമാക്കി തൗഹീദി പാരമ്പര്യത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ മക്കയും മദീനയും നിലനിർത്തി പോകുന്ന ഒരു ഭരണകൂടം അവരാണ്. അതെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംരക്ഷണത്തിൽ അഡ്രസ്സിൽ ഇന്ന് നിലവിലുള്ള ഒരേ ഒരു സമൂഹം സലഫികളാണ്. ചരിത്രപരമായിട്ട് എന്താണ് നിങ്ങൾക്ക് സംശയം? ഒരു കാരണവശാലും ബൈത്തുൽ മുഖദ്ദസ് ജൂതന്റെ കയ്യിൽ വന്നുകൂടാ, ക്രിസ്ത്യാനികളുടെ കയ്യിൽ വന്നുകൂടാ, ഷിയാക്കളുടെ കയ്യിൽ വല്ലാഹി വന്നുകൂടാ, OBC സമൂഹത്തിന്റെ കയ്യിലും വന്നുകൂടാ. കാരണം പാരമ്പര്യ ഇസ്ലാമായിരിക്കും അവിടെ നടപ്പിലാകുക. ഖിയാമത്ത് നാളിന് മുമ്പ് അഹ്ലുസുന്നയുടെ കയ്യിലേക്ക് വരണം ബൈത്തുൽ മുഖദ്ദസ്. തീർച്ചയായിട്ടും അത് വന്നിരിക്കും. വർത്തമാനകാല രാഷ്ട്രീയങ്ങളെ നേരത്തെ പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടാണ് നാം സംസാരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കും ആവശ്യം ഈ 8 കൂട്ടം കാര്യങ്ങളാണ്. ഇറാൻ ആവശ്യം ഈ 8 കൂട്ടം കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന 98% മുസ്ലിമീങ്ങൾക്കും ഈ 8 കൂട്ടം കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഫാസിസം വരുന്നേ, കമ്മ്യൂണിസം വരുന്നേ, ലോകത്തെല്ലാ കാലഘട്ടത്തിലും ഇസങ്ങൾ വന്നിട്ടില്ലേ? എല്ലാ കാലഘട്ടത്തിലും ഇസം തന്നെയല്ലേ ലോകത്തെ നയിച്ചുകൊണ്ടിരുന്നത്? ഒരു ഭാഗത്ത് കമ്മ്യൂണിസം നയിച്ചു ലോകത്തെ. അത് 1992 അതിന്റെ നേതൃത്വം അതിനെ പിരിച്ചുവിട്ടിട്ട് വെറും രാഷ്ട്രീയ കമ്മ്യൂണിസമായി മാറി. അതേപോലെ തന്നെ ഫാസിസം, ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഫാസിസം ലോകത്തെ നയിച്ചു. അത് വെറും രാഷ്ട്രീയ ഫാസിസം മാത്രമായിട്ട് മാറി. അതേപോലെ തന്നെ ഷിഈസം, ജൂതനുണ്ടാക്കിയ ഷിഈസം വെറും രാഷ്ട്രീയ പോക്ക് മാത്രമായിട്ട് മാറി. അതേപോലെ തന്നെ സയനിസം, അതേപോലെ തന്നെ ഓറിയന്റലിസം, ക്രിസ്ത്യൻ മിഷണറി ഓറിയന്റലിസം, അതേപോലെ തന്നെ മജൂസിസം, സയനിസം ജൂത സമൂഹത്തിന്റെ പേരിൽ, അതേപോലെ തന്നെ 100-ാം നമ്പർ സെക്യുലർ ഡെമോക്രസി രാഷ്ട്രീയം, OBC മുസ്ലിമീങ്ങളെ വക എല്ലാവരും ഈ പറയപ്പെട്ട 8 കൂട്ടം കാര്യങ്ങളെ മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത്. പത്രം നോക്കിയാലും ആ 8 കൂട്ടം കാര്യങ്ങളെ കാണാനുള്ളൂ. അള്ളാഹുവിനെ പറ്റിയുള്ള ചർച്ച എവിടെയുമില്ല, റസൂലിനെ പറ്റിയുള്ള ചർച്ച എവിടെയുമില്ല. അള്ളാഹു തആല പറഞ്ഞു, ഈ 8 കൂട്ടം കാര്യങ്ങളാണ് നിങ്ങളെ താല്പര്യ വിഷയമെങ്കിൽ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ നിങ്ങൾക്ക് പ്രശ്നം ഇതാണ് എങ്കിൽ, വറസൂലിഹി, അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിനേക്കാൾ നിങ്ങൾക്ക് വിഷയം ഇതാണെങ്കിൽ, വജിഹാദിൻ ഫീ സബീലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആദർശപരമായും അനുഷ്ഠാനപരമായും നിലനിർത്തലാണ് നിങ്ങൾക്ക് താല്പര്യം. ഈ 3-ാമത്തെ കാര്യത്തെക്കാൾ നിങ്ങൾക്ക് താല്പര്യം മേൽപ്പറയപ്പെട്ട 8 കൂട്ടം കാര്യങ്ങളാണെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ നടപടി നിങ്ങളുടെ മേൽ നടപ്പിലാകുന്നത് കാത്തിരുന്നു കൊള്ളുക എന്ന് പറഞ്ഞ അല്ലാഹ്. ശരി, അല്ലാഹ് പറഞ്ഞല്ലേ? നരേന്ദ്രമോദി പറഞ്ഞല്ലേ? എന്നാലേ പേടിക്കണ്ടുള്ളൂ. നരേന്ദ്രമോദി, നെതിന്യാഹു പറഞ്ഞല്ലേ? എന്നാലേ പേടിക്കണ്ടുള്ളൂ. ട്രംപ് പറഞ്ഞല്ലേ? എന്നാലേ പേടിക്കണ്ടുള്ളൂ. ഏതെങ്കിലും ഷീഇമല്ല പറഞ്ഞല്ലേ? എന്നാലേ പേടിക്കണ്ടുള്ളൂ. അല്ലാഹ് പറഞ്ഞല്ലേ? കാര്യമില്ല. ഇത് തന്നെയാണ് ഇന്ന് സലഫികളിൽ നിന്ന് മഹാഭൂരിപക്ഷത്തിന്റെയും മാനസികാവസ്ഥ. അതുകൊണ്ട് തന്നെ അവർ ഒരു ഉളുപ്പില്ലാണ്ട് പറയുന്നു അല്ലാഹനെ വിട്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് രാഷ്ട്രീയ ഭൂരിപക്ഷം ഉണ്ടായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നാണോ നിങ്ങൾ കരുതിയത്? സാമ്പത്തിക ശക്തി ഉണ്ടായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നാണോ നിങ്ങൾ കരുതിയത്? ജനസമൂഹത്തിന്റെ പിന്തുണയുണ്ടായാൽ രക്ഷപ്പെടാമെന്നാണോ നിങ്ങൾ കരുതിയത്? എന്നാ ആലോചിച്ച് നോക്കുക. വലഖദ് നസറക്കുമുല്ലാഹ്, തീർച്ചയായിട്ടും നിങ്ങളെ അല്ലാഹ് സഹായിച്ചിട്ടുണ്ട്. ഫീ മവാത്തിന കസീറ, ഒരുപാട് സ്ഥലങ്ങളിൽ. വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധ ദിവസവും അല്ലാഹ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എപ്പോന്നറിയോ? ഇത് അഅജബതുക്കും കസറതുക്കും, ഞങ്ങൾ ആൾബലമുള്ളവരാണ്, ഞങ്ങൾ സമ്പത്ത് ബലമുള്ളവരാണ്, ഞങ്ങൾ ആയുധ ബലമുള്ളവരാണ്. നമ്മളിപ്പോ പണ്ട് ബദറിൽ പോയ പോലെയല്ല, നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാർ കൂടുതലുണ്ട് എന്നൊരു ബോധം നിങ്ങളെ അപപ്പെരുമയുണ്ടാക്കിയ സന്ദർഭം. ഇത് അഅജബതുക്കും, നിങ്ങൾ അത്ഭുതം കൂറിയ സമയം. കസറത്തുക്കും, നിങ്ങളാണ് ഭൂരിപക്ഷം, നിങ്ങൾ ശക്തിയാണ്, നിങ്ങൾ കൂട്ടരാണ് എന്നൊരു ചിന്താഗതി നിങ്ങൾ പിടിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫലം തുഗ്നി അൻകും ശൈആ, ഈ ഭൂരിപക്ഷം നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്തില്ല. നിങ്ങളെ പട്ടാളം നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്തില്ല. നിങ്ങളെ സമ്പത്ത് നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്തില്ല. ആൾക്കൂട്ടം നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തില്ല. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങൾ എന്നിട്ട് പേടിച്ചോടുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിൽ
സന്ദർഭത്തിൽ പ്രവാചകനെ മാത്രം മാനിച്ച് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു, നിങ്ങളെ ഞാൻ ഹുനൈനിൽ സഹായിച്ചു, നിങ്ങളെ ഞാൻ ബദ്രിൽ സഹായിച്ചു. ഇതൊന്നും നിങ്ങളെ ഭൂരിപക്ഷത്തിന്റെ പേരിലല്ല. ബിമാ റഹുബത്ത്, ഭൂമി വിശാലമായിരിക്കെ, നാടും നഗരവും നിങ്ങളതായിരിക്കെ, പണവും പ്രതാപവും നിങ്ങളതായിരിക്കെ നിങ്ങൾ ഇവിടെയെല്ലാം ഓടേണ്ടി വന്നത് ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിലല്ല. 8 കൂട്ടം കാര്യങ്ങൾ ഈ 3 കൂട്ടം കാര്യത്തെക്കാൾ നിങ്ങൾക്ക് താല്പര്യമായത് കൊണ്ടാണ്. ആ ആയത്തിന്റെ തൊട്ട് പിറകെ പറഞ്ഞ ആയത്താണത് സൂറത്ത് തൗബയില്. വിലയിരുത്താൻ നമുക്ക് അവകാശമുണ്ടല്ലോ. ഇന്ന് ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ വെച്ച് സംസാരിക്കുക, ഇതാണ് നമുക്ക് പറയാനുള്ള വിഷയം. ലോകം അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ്. അള്ളാഹു താല പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന എങ്ങനെയാണെന്നറിയുമോ? എന്ത് സംഭവിച്ചാലും, ഇറാനിയൻ രാഷ്ട്രീയമായാലും, അമേരിക്കൻ രാഷ്ട്രീയമായാലും, അതേപോലെ തന്നെ ഗൾഫ് രാഷ്ട്രീയമായാലും, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം ഏതായാലും, അതേപോലെ തന്നെ ഏഷ്യൻ രാഷ്ട്രീയമായാലും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യമാണ് ലോകാടിസ്ഥാനത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ശ്രദ്ധിക്കുകയാണ്. അള്ളാഹ് നിങ്ങളെ ഭൂതക്കണ്ണാട വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സൂറത്തുൻ നിസാ. അതേപോലെ തന്നെ അലം തഅലം ബി അന്നല്ലാഹ യറാ, ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് അള്ളാഹു താല വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അള്ളാഹു താല വളരെ കൃത്യമായിട്ട് മുഅ്മിനീങ്ങളെ അറിയിക്കുകയാണ്. അഹസിബന്നാസ്, ഭൂലോകത്ത് ജീവിച്ച ജനങ്ങൾക്ക് തോന്നിപ്പോയോ? അഹസിബന്നാസ്, ഭൂലോകത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ അന്നാസിന് തോന്നിപ്പോയോ? ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ 5 നേരം നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നവരാണ്, ഞങ്ങൾ നോമ്പ് നോക്കുന്നവരാണ്, ഞങ്ങൾ മാർക്കം ചെയ്തവരാണ്, ഞങ്ങളെ തലപ്പാവും താടിയും തലീക്കെട്ടും നീളക്കുപ്പായും ഉള്ള ആളാണ് എന്ന ചിന്ത എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങളെ ഞാൻ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? ഹസിബന്നാസ്, മനുഷ്യർക്ക് തോന്നിപ്പോയോ? ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അയ്യുത്രക്കു, അങ്ങനെ വെറുതെ വിട്ടേക്കുമെന്ന് തോന്നിപ്പോയോ? ഫഹും ലാ യുഫ്തനൂൻ, കെട്ടുകെട്ടുത്ത പരീക്ഷണത്തിന് നിങ്ങളെ വിധേയരാക്കുന്നത് വരെ നിങ്ങളെ ഞാൻ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? നിങ്ങളെ അഡ്രസ് മുസ്ലിമാണെന്നതുകൊണ്ട്, നിങ്ങളെ സംഘടന മുസ്ലിമിൻ്റെതായതുകൊണ്ട്, നിങ്ങളെ മഹല്ലി ജമാഅത്ത് മുസ്ലിമിൻ്റെതായതുകൊണ്ട് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിക്കളയും നിങ്ങൾക്ക് തോന്നിപ്പോയോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലിഹിം, നിങ്ങളെ പൂർവികന്മാരെ ഞാൻ കെട്ടുകെട്ടുത്ത രീതിയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹു അറിയേണ്ടത്? ഫലയഅലമന്നല്ലാഹു ലദീന സദഖു, സത്യസന്ധമായി തൗഹീദ് അംഗീകരിച്ചവരാരാണെന്ന് അല്ലാഹു അറിയാൻ. കള്ളം പറയുന്നവർ, ഞാനും മുസ്ലിമാണ്, ഞാനും മുവഹിദാണ്, റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനെ കൊണ്ടാണ് രക്ഷപ്പെടേണ്ടത്, ഭരണകൂടത്തെ കൊണ്ടാണ് രക്ഷപ്പെടേണ്ടത്, ആയുധം കൊണ്ടാണ് രക്ഷപ്പെടേണ്ടത്, റഷ്യയെ കൊണ്ടാണ് രക്ഷപ്പെടേണ്ടത്, അമേരിക്കയെ കൊണ്ടാണ് രക്ഷപ്പെടേണ്ടത്, ചൈനയെ കൊണ്ടാണ് രക്ഷപ്പെടേണ്ടത്, മൊറോക്കോനെ കൊണ്ടാണ് രക്ഷപ്പെടേണ്ടത് എന്താണ് നിങ്ങളെ ചിന്തയെങ്കിൽ നിങ്ങളെ ഞാൻ വിടുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. എന്റെ നഫ്സോടും നിങ്ങളോടും തീരുമാനമെടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് അവകാശമില്ല. പരിശുദ്ധ ഖുർആൻ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വിലയിരുത്തിയത് എങ്ങനെയാണെന്ന് അറിയിക്കൽ മാത്രമാണ് നമ്മുടെ താല്പര്യം. ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് കിഴക്കായാലും പടിഞ്ഞാറായാലും മിഡിൽ ഈസ്റ്റിലായാലും ഈസ്റ്റിലായാലും വെസ്റ്റിലായാലും അല്ലാഹു തആല ഒരു കാര്യമാണ് അറിയേണ്ടത്, രാജ്യത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്. അതറിഞ്ഞതിന് ശേഷം അല്ലാഹു തീരുമാനമെടുക്കും. എങ്ങനെയായിരിക്കും തീരുമാനമെടുക്കുക? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് എന്ന മഹശക്തിയെ നിങ്ങൾ റബ്ബ് കൈകാര്യം ചെയ്തില്ലേ? പിന്നെയാണോ അല്ലാഹു ട്രംപ്? വസമൂദ് അല്ലദീന ജാബു സഖറ ബിൽ വാദ്, നിങ്ങൾ സമൂദ് സാലിഹ് നബിന്റെ സമൂദ് സാമ്രാജ്യത്തെ അല്ലാഹു കൈകാര്യം ചെയ്തില്ലേ? പിന്നെയാണോ അല്ലാഹു തആലക്ക് പുട്ട്? അതേപോലെ തന്നെ ഇറമ സമൂഹത്തെ അല്ലാഹു തആല കൈകാര്യം ചെയ്തില്ലേ? പിന്നെയാണോ അല്ലാഹു തആലക്ക് ഇറാൻ? അല്ലാഹു തആല ഫിർഔനെ കൈകാര്യം ചെയ്തില്ലേ? പിന്നെയാണോ രാഷ്ട്രീയ സാമ്രാജ്യം, ഇന്ത്യ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഭരണകൂടം, അതേപോലെ തന്നെ ഗൾഫ് രാജ്യത്തിന്റെ OBC ഭരണകൂടം, ഇതൊക്കെ അല്ലാഹു തആല നന്നായിട്ട് അറിയുന്നവനല്ലേ? ഇതെല്ലാം അല്ലാഹു കൈകാര്യം ചെയ്തില്ലേ നബിയെ? പിന്നെ എന്തിനാണ് ഈ ഭൂരിപക്ഷ രാഷ്ട്രീയ ശക്തികളെയും സാമ്രാജ്യങ്ങളെയും കണ്ട് നിങ്ങൾ പേടിക്കുന്നത്? ഞാനുണ്ടല്ലോ അല്ലാഹു. അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ഭൂരിപക്ഷത്തെ കണ്ട് പേടിക്കുന്നത് എന്ന്. ഭൂരിപക്ഷ രാഷ്ട്രീയ സാമൂഹ്യ രാഷ്ട്രീയ ശക്തികളെ കണ്ടിട്ട് സഹാബാക്കൾ പോയി പറഞ്ഞതാ റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലുള്ളാഹി പേടിയാവുന്നു. അപ്പുറത്ത് ജൂതൻ, ഇപ്പുറത്തെ മുശ്രിക്ക്, മക്കത്തെ മുശ്രിക്ക്, അപ്പുറത്തെ ക്രിസ്ത്യാനി, ഇവരെല്ലാം കൂടി ഒറ്റക്കെട്ട്, നമ്മൾ ചെറിയൊരു ന്യൂനപക്ഷം മാത്രം ബാക്കി, മദീനത്തെ മുനാഫിക്ക്, എല്ലാരും കൂടി ഒറ്റക്കെട്ട്, തങ്ങളെ പേടിയാവുന്നു. തങ്ങളെ റസൂലുള്ളാഹി തങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല, ഒരു ഉറപ്പും കൊടുക്കാൻ റസൂലിന്റെ കയ്യിൽ ഒന്നുമില്ല.
അപ്പോഴാണ് അല്ലാഹു തആല അറിയിച്ചത്, അലം തറ, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നബിയെ, കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദിന്റെ ഖൗമിനെ നശിപ്പിച്ച നിങ്ങളുടെ റബ്ബ്, ആ ചരിത്രം നിങ്ങൾ അറിയില്ലേ? നിങ്ങളുടെ നാട്ടിൽ അടുത്തല്ലേ നടന്നത്, നിങ്ങൾ അറിയില്ലേ? പിന്നെയാണോ നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തെ കണ്ട് പേടിക്കുന്നത്? വസമൂദൽ ഇറമദാത്തിൽ ഇമാദ്, പിരമിഡുകൾ പണിത് ജനത്തെ പേടിപ്പിച്ചു നിർത്തിയ രാഷ്ട്രീയ ശക്തിയായ ഇറമിനെ നിങ്ങളുടെ റബ്ബ് കൈകാര്യം ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നബിയെ? വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽ വാദ്, മലഞ്ചെരുവുകളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി ആ തുരങ്കങ്ങൾക്കുള്ളിൽ പട്ടാളത്തെ വിന്യസിപ്പിച്ച് സാലിഹ് നബിയെയും സമൂഹത്തെയും നശിപ്പിക്കാൻ മെനക്കെട്ട സമൂഹത്തിന്റെ ശക്തികളെ നിങ്ങളുടെ റബ്ബ് കൈകാര്യം ചെയ്തിട്ടില്ലേ നബിയെ? നിങ്ങളത് അറിയില്ലേ നബിയെ? ഓ ഫിറഔനദിൽ ഔതാദ്, ചെങ്കടൽ നൈൽ നദിന്റെ തീരത്ത് പിരമിഡുകൾ പണിത് രാഷ്ട്രീയ ഗോപുരങ്ങൾ ഉണ്ടാക്കി സാമ്രാജ്യത്വ ശക്തി കിബുത്തി വർഗത്തിന് മാത്രമാണ് സാമ്രാജ്യത്വം എന്ന് അവകാശപ്പെട്ട ഫറോവ മൂസ നബിയെയും അനുയായികളെയും നാട്ടിന്ന് പോലും പറഞ്ഞയച്ചില്ലേ നബിയെ? ആ ഫിറഔനെ നിങ്ങൾ റബ്ബ് കൈകാര്യം ചെയ്തില്ലേ? അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? പിന്നെയാണോ നിങ്ങൾക്ക് ഈ റോമിലെ ക്രിസ്ത്യാനി, പിന്നെയാണോ നിങ്ങൾക്ക് പേർഷ്യയിലെ മജൂസി, പിന്നെയാണോ നിങ്ങൾക്ക് മദീനത്തെ മുനാഫിക്ക്, പിന്നെയാണോ നിങ്ങൾക്ക് മക്കത്തെ മുശ്രിക്ക്? പേടിക്കാതിരിക്കും നബിയെ, നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട വിഷയം നിങ്ങൾ ഉറക്കെ പറ. മുശ്രിക്കുകളുടെ ഗൂഢാലോചനകളെ പറ്റി അത് നിങ്ങൾ തിരിഞ്ഞുകളാ, നിങ്ങൾ ഒഴിവാക്കിക്കളാ, അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട നബിയെ. ഇതാണ് മുഅ്മിനീങ്ങൾക്കുള്ള മെസ്സേജ് ഈ വിഷയത്തിൽ. അന്നും ഇന്നും എന്നും അള്ളാഹു കൂടുതൽ മനസ്സിലാക്കി മനസ്സിനെ സ്വസ്ഥമാക്കി നിർത്തി മുവഹിദുകൾ അശക്തമായി മുന്നേറുക. ലോകത്തൊരു തീരുമാനം ഇൻഷാ അല്ലാഹ് വരും, മുവഹിദുകളിലൂടെ മാത്രം. മറ്റാരെയും ഈ വിഷയത്തിൽ അള്ളാഹു പരിഗണിക്കുന്ന പ്രശ്നമില്ല. വല്ലാഹി അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അളീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين أما بعد عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തന്ന ആദരവിന്റെ മാസങ്ങളിൽ അടുത്ത മാസം അതേ ശവ്വാൽ, റജബിൽ നിന്ന് തുടങ്ങിയതാണ്. റജബ്, ശഅബാൻ, റമദാൻ 3 മാസം പൂർത്തിയായി. ഇനി 4 മാസം ബാക്കിയുണ്ട്. അത് 4ാമത്തെ മാസമാണ് ശവ്വാൽ. ആദരവിന്റെയും അനുഷ്ഠാനത്തിന്റെയും മാസമാണ് ശവ്വാൽ. റമദാൻ കഴിയലോടുകൂടി മുഅ്മിനീങ്ങൾക്ക് ജോലി കൂടുകയാണ്. എല്ലാവരും ധരിച്ചത് ചെറിയ പെരുന്നാളോടുകൂടി എല്ലാം നിർത്തി ഇനി അടുത്ത കൊല്ലം നോക്കാമെന്ന്. പരാജയപ്പെട്ടവർ. വിജയികളെ പരീക്ഷിക്കാനുള്ള ദിവസങ്ങളാണ് ശവ്വാൽ മാസം. റമദാൻ ആർക്കൊക്കെ ഉപകരിച്ചു എന്ന് പരിശോധിക്കാൻ, ആർക്കൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പരിശോധിക്കാൻ. റമദാൻ കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലം റമദാൻ നോക്കാമെന്നാണ് ഒരുത്തൻ തീരുമാനിച്ചെങ്കിൽ വല്ലാഹി അവൻ റമദാൻ കൊണ്ട് പരാജയപ്പെട്ടവനാണ്. റമദാനിൽ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ശവ്വാൽ മുതൽ അങ്ങോട്ട് അമലിന്റെ ആരംഭമായി. ശവ്വാൽ 1-ാം തീയതി ഈദുൽ ഫിത്തർ. ശവ്വാൽ അനുഷ്ഠാനത്തിന്റെ മാസമാണ്. ഈദുൽ ഫിത്തർ ശവ്വാൽ 1-നാണ്. ശവ്വാൽ 1-ന്റെ അന്ന് രാത്രി സക്കാത്തുൽ ഫിത്തർ, ഫിത്തർ സക്കാത്ത്. ശവ്വാൽ എന്ന മാസത്തിന്റെ ഇബാദത്തിൽ പെട്ടതാണത്, റമദാനിൽ പെട്ടതല്ല. ശവ്വാൽ മാസത്തിന്റെ അമാലിൽ പെട്ടതാണ് ഈദുൽ സക്കാത്തുൽ ഫിത്തർ. നാം അത് പൂർത്തിയാക്കി. രണ്ടാമത്തത് ഈദുൽ ഫിത്തർ, പെരുന്നാൾ നിസ്കാരം, ശവ്വാലിന്റെ അമലിൽ പെട്ടതാണ്. രാത്രിത്തെ അമലി സക്കാത്ത്, പകലത്തെ അമലി നിസ്കാരം. 3ാമത്തെ അമലി 6 നോമ്പാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻസാമ ശഹ്റ റമദാൻ, മൻസാമ റമദാൻ ثم أتبعه 6 من شوال كان له أجر الصيام أجر ഒരു കൊല്ലത്തെ ഒരുത്തൻ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിച്ചു, അതിനോട് ശവ്വാലിൽ നിന്ന് 6 നോമ്പിനെ തുടർത്തുകയും ചെയ്തു. കാന കമൻ സാമദ്ദഹ്റ കുല്ല, ഒരു മാസം ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയായി അവൻ. അല്ലാഹു അക്ബർ. ശവ്വാൽ മാസം ഇബാദത്തിന്റെയും അഅമാലിന്റെയുമാണ്. റമദാൻ മാസത്തിന്റെ ഫയലിൽ ഒപ്പിട്ട് കിട്ടേണ്ടത് ശവ്വാൽ മാസത്തിന്റെ അമലോടുകൂടിയാണ്. ശവ്വാൽ മാസത്തിന്റെ അമലോടുകൂടി അവൻ മുഅ്മിനാണെന്ന് തെളിയിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ. റമദാൻ മാസത്തിൽ കഷ്ടപ്പെട്ടതിന്റെ മുഴുവനും ഫലം ശവ്വാൽ മാസത്തിന്റെ അമലുകൾ കൊണ്ട് വേണം പൂർത്തിയാക്കി കിട്ടാൻ. 3ാമത്തെ അമൽ അതാണ്. 1ാമത്തത് സക്കാത്തുൽ ഫിത്തർ, 2ാമത്തത് ഈദുൽ ഫിത്തർ, 3ാമത്തത് സിത്തത്തും മിൻ ശവ്വാൽ. ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് പിറ്റേന്ന് ശവ്വാൽ 2 മുതൽ അങ്ങോട്ട് 7 വരെയുള്ള 6 നോമ്പാവാം, അല്ലെങ്കിൽ ശവ്വാല് തീരുന്നതിന് മുമ്പുള്ള 6 നോമ്പാവാം. അതൊരു അനുഗ്രഹമാണ് ഉമ്മത്തിന്. ശവ്വാല് തീരുന്നതിന് മുമ്പായി 6 നോമ്പിനെ പറ്റി ഒന്ന് ആലോചിക്കണം.
എന്നിട്ട് റമദാൻ മാസത്തിന്റെ ഫയലിൽ അള്ളാഹുവിൽ നിന്ന് ഒപ്പിട്ട് കിട്ടണം. 4ാമത് ശവ്വാൽ മാസത്തിൽ ആരംഭിക്കുന്ന അമൽ എന്താണെന്ന് അറിയുമോ? ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ അനുവദിച്ച ദിവസത്തിൽ 1ാമത്തെ മാസമാണ് ശവ്വാൽ. ശവ്വാൽ 1 മുതൽ ഹജ്ജിന് ഇഹ്റാം കെട്ടാം. ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ സഹിയ ഹജ്ജിന്റെ സമയം ആരംഭിക്കുക. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് അറിയപ്പെട്ട ചില മാസങ്ങളാണ്. അതൊന്ന് ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ്. ഈ 3 മാസങ്ങളാണ് ഹജ്ജിന്റെ മാസം. ഇപ്പൊ ശവ്വാൽ 1 മുതൽ തന്നെ ഒരുത്തിന് ഇഹ്റാം കെട്ടി തുണിയെല്ലാം മാറ്റി ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാവുന്നതാണ്. എന്നിട്ട് ശവ്വാലും ദുൽഖഅദും ഫുള്ളി ഇഹ്റാമിൽ, ദുൽഖഅദ് 13 വരെ ഇഹ്റാമിൽ, എന്നിട്ട് ഹജ്ജ് ചെയ്തിട്ട് മുടി കളഞ്ഞിട്ട് തഹല്ലുലാകുന്നതാണ്. അപ്പൊ ശവ്വാൽ മാസം അതിന്റെയും കൂടിയാണ്. അപ്പൊ ആകത്തുക ചിന്തിച്ചാൽ ശവ്വാൽ മാസത്തിന് മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ആരും മറക്കണ്ട. ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും അള്ളാഹുവിന്റെ ആൾക്കാരായിട്ട് വളരണം, അള്ളാഹുവിന്റെ സ്വന്തക്കാരായിട്ട് ജീവിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി ഒരു ന്യൂനപക്ഷമെങ്കിലും മെനക്കെടണം. ആ മെനക്കെടുകൾ ഭൂരിപക്ഷത്തിന്റെ ഗുണമായി ഭവിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കണ്ടേ. ഒരു പക്ഷേ അടുത്ത വെള്ളിയാഴ്ച കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഹജ്ജിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ചിലപ്പോൾ പോണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബീദിനില്ല യാത്രയൊക്കെ കഴിഞ്ഞ് അള്ളാഹു തിരിച്ചെത്തിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും തുടർ കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്യുക, എല്ലാ സൗകര്യങ്ങളും എളുപ്പമാക്കി തരാൻ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാൻ. അതിനുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ട്. അള്ളാഹു തആല ഈ വർഷത്തുള്ള മുഴുവൻ ഹാജിമാരെ കബൂലാക്കുകയും അവരുടെ ഹജ്ജും മബ്റൂർ ലോകത്തിന് അനുഗ്രഹമുള്ള ഹജ്ജാക്കി സ്വീകരിക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه واتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والأمار والغزاة والزوار والمسافرين والصادرين والدين في بيتك وبحرك وجوك أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين. اللهم انصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين. اللهم أصلح ذات بينهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.